പൊന്നാനിയുടെ സുൽത്താൻ ഇ.കെ. ഇമ്പിച്ചിബാവയുടെ ത്യാഗനിർഭരമായ ജീവിതം അടയാളപ്പെടുത്തിയ പുസ്തകം പുറത്തിറങ്ങി. ചരിത്രകാരൻ ടി.വി. അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ രചിച്ച ഇ.കെ. ഇമ്പിച്ചിബാവ ജീവിതം, സമരം, രാഷ്ട്രീയം എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. പൊന്നാനിയുടെ സുൽത്താൻ, പരിവേഷങ്ങളില്ലാത്ത ജനനായകൻ എന്നീ വിശേഷണങ്ങളാൽ ഖ്യാതി നേടിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇ.കെ. ഇമ്പിച്ചിബാവയുടെ ജീവിതവും പോരാട്ടവും അടയാളപ്പെടുത്തിയ പുസ്തകം പുറത്തിറങ്ങി. കോടിയേരി പുരസ്കാരദാന ചടങ്ങിൽ വെച്ച് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക് നൽകി CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പ്രകാശനം ചെയ്തു. മലബാർ മേഖലയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ഇമ്പിച്ചിബാവയുടെ സംഭവബഹുലമായ ജീവിതവും പോരാട്ടവും പ്രതിപാദിക്കുന്ന ഗ്രന്ഥം പൊന്നാനിയുടെ ചരിത്രകാരൻ ടി.വി. അബ്ദുറഹ്മാൻ കുട്ടിയാണ് രചിച്ചത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകം കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലത്തെ മലബാറിന്റെ രാഷ്ട്രീയവും ജീവിതവും കൂടി അടയാളപ്പെടുത്തുന്നുണ്ട്. 29 അധ്യായങ്ങളിലായി ഇമ്പിച്ചിബാവയുടെ ബാല്യകാലം മുതൽ മരണം വരെയുള്ള കാലത്തെ വിവിധ സംഭവങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. പൊന്നാനിയുടെ സാമൂഹിക സാംസ്കാരിക വികസന രംഗത്ത് നിസ്തുല്യമായ അടയാളങ്ങൾ പെടുത്തിയ അദ്ദേഹത്തിന് ഇതേവരെ ഉചിതമായ ഒരു ജീവചരിത്ര പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. 29 വർഷം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പുസ്തകം രചിക്കാൻ, അത് തന്നെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു പുസ്തകം പുറത്തിറങ്ങാൻ, ആ പുസ്തകം എഴുതാനും അപൂർവമായ ഒരു നിയോഗമാണ് ഈ ഉള്ളവന് ഉണ്ടായിട്ടുള്ളത്. അതിനെ സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. മാത്രമല്ല, ആ പുസ്തകം ഏകദേശം 36 റഫറൻസോട് കൂടിയിട്ടാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ആധികാരികമായ ഒരു കൃതിയായിട്ടാണ് ആ പുസ്തകം രചിക്കാൻ സാധിച്ചത്. ഞാൻ അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ കൃതജ്ഞനാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ മന്ത്രിയും ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയിലും ലോക്സഭയിലും അംഗവുമായിരുന്ന ഇ.കെ. ഇമ്പിച്ചിബാവ മലബാറിന്റെ വികസനത്തിന് പ്രധാന പങ്കാണ് വഹിച്ചത്. ഹിന്ദി അല്ലാത്ത പ്രാദേശിക ഭാഷയിൽ പാർലമെന്റിൽ ആദ്യമായി സംസാരിച്ച വ്യക്തിയാണ് ഇ.കെ. ഇമ്പിച്ചിബാവ. തുടർന്ന് ഇന്ത്യയിലെ ഏതു ഭാഷയിലും പാർലമെന്റിൽ സംസാരിക്കാം എന്ന നിയമം വരുന്നതിനും ഇത് കാരണമായി. ആദ്യമായാണ് ഇമ്പിച്ചിബാവയെക്കുറിച്ചുള്ള ആധികാരിക പഠന പുസ്തകം പുറത്തിറങ്ങിയത്. NCV ന്യൂസ്, പൊന്നാനി. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.